നമസ്കാരം. വായ്പ എടുത്ത മൊബൈൽ ഫോൺ വാങ്ങുന്നവരുടെ ശ്രദ്ധയ്ക്ക് തിരിച്ചടവ് മുടങ്ങിയാൽ ഇനി പണി പാലും വെള്ളത്തിൽ കിട്ടും. കുടിശ്ശിക മുടങ്ങിയാൽ ഫോൺ ലോക്ക് ചെയ്യാൻ വായ്പ നൽകുന്ന ധനകാര്യ സ്ഥാപനങ്ങൾക്ക് റിസർവ് ബാങ്ക് അനുമതി നൽകിയേക്കുമെന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഫോൺ വാങ്ങുന്നവർക്ക് മാത്രമല്ല ഈ പണി വരാൻ പോകുന്നത്. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷം പുതിയ തലത്തിലേക്ക് പോവുകയാണ്. US-ഇറാൻ കരാറിൽ എതിർപ്പ് പ്രകടിപ്പിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തിയെന്ന റിപ്പോർട്ടുകളും പുറത്തുവരികയാണ്. ഹോർമൂസ് കടലിടുക്കിൽ നേരിയ ഇളവുകളെന്ന വാർത്തയും വരുന്നുണ്ട്. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരു മണി വാർത്തയിലേക്ക് സ്വാഗതം. US-ഇറാൻ കരാറിൽ എതിർപ്പ് പ്രകടിപ്പിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇറാനെ ചൊല്ലി ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും തമ്മിൽ ഭിന്നതയുണ്ടെന്ന റിപ്പോർട്ടുകളാണ് നിലവിൽ പുറത്തു വരുന്നത്. നെതന്യാഹുവുമായി ട്രംപ് ഫോണിൽ സംസാരിച്ചിരുന്നു. യുദ്ധം തുടരണമെന്ന നിലപാടിലാണ് നെതന്യാഹു. ഇറാനിലെ നിലവിലെ ഭരണകൂടത്തെ നിർജ്ജീവമാക്കുക, അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുക, ആണവായുധം സ്വന്തമാക്കുന്നതിൽ നിന്നും ഇറാനെ അകറ്റുക തുടങ്ങിയ ആവശ്യങ്ങളാണ് നെതന്യാഹു ഉന്നയിക്കുന്നതെന്ന് ചില വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാനുമായുള്ള ചർച്ചകളുടെ അവസാന ഘട്ടത്തിലാണ് അമേരിക്കയെന്നും കരാറിൽ ഒപ്പുവയ്ക്കാൻ അവർ വിസമ്മതിച്ചാൽ ഇത്തിരി കടുത്ത രീതിയിൽ US പ്രതികരിക്കുമെന്നും ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇറാനുമായി ഞങ്ങൾ അവസാനഘട്ട ചർച്ചയിലാണ്. എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഒന്നുകിൽ അവർക്കൊരു കരാർ ലഭിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് മോശം കാര്യങ്ങൾ ചെയ്യുമെന്നും പക്ഷേ അത് സംഭവിക്കില്ലെന്ന് പ്രതീക്ഷിക്കുന്നതായും ട്രംപ് പറഞ്ഞു. ടെഹ്റാനുമായുള്ള കാര്യങ്ങളിൽ നയതന്ത്രത്തിൻ്റെ പരസ്പര ബഹുമാനത്തിൻ്റെയും പ്രാധാന്യമെന്തെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞതിന് പിന്നാലെയാണ് ട്രംപിൻ്റെ പരാമർശം. സ്വന്തം കടമകൾ നിറവേറ്റുകയും യുദ്ധം ഒഴിവാക്കാൻ എല്ലാ വഴികളും ഇറാൻ തേടിയിരുന്നു. ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള എല്ലാ വാതിലുകളും ഇപ്പോഴും തുറന്നു കിടക്കുകയാണ്. ഭീഷണിപ്പെടുത്തി ഇറാനെ കീഴടങ്ങാൻ പ്രേരിപ്പിക്കാമെന്നത് വെറും മിഥ്യാധാരണയാണ്. യുദ്ധത്തേക്കാൾ വിവേകപൂർണവും സുരക്ഷിതവും പരസ്പര ബഹുമാനത്തോടെയുള്ള നയതന്ത്രമാണ് മസൂദ് പെസഷ്കിയാൻ എക്സിൽ കുറിച്ചു. ഹോർമൂസ് കടലിടുക്കിൽ നേരിയ ഇളവ്. 2 മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ എണ്ണക്കപ്പലുകൾ ഹോർമൂസ് കടലിടുക്കിൽ നിന്നും പുറത്തു കടക്കാൻ തുടങ്ങിയതായി റിപ്പോർട്ട്. മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള 60 ലക്ഷം ബാരൽ എണ്ണയുമായി കഴിഞ്ഞ 2 മാസമായി ഗൾഫ് മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന 3 സൂപ്പർ ടാങ്കറുകളാണ് ഹോർമൂസ് കടന്ന് ഏഷ്യൻ വിപണിയിലേക്ക് യാത്ര തിരിച്ചത്. ഷിപ്പിംഗ് ഡാറ്റ ഏജൻസികളായ LSEG, ക്ലെപ്പർ എന്നിവയാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത്. കപ്പലുകൾക്ക് കടന്നു പോകാനായി ഇറാൻ നിശ്ചയിച്ചിട്ടുള്ള പ്രത്യേക റൂട്ട് വഴിയാണ് ഈ സൂപ്പർ ടാങ്കറുകൾ പുറത്തു കടന്നത്. ബുധനാഴ്ച പുറത്തുവിട്ട കപ്പലുകളിൽ 2 ചൈനീസ് ടാങ്കറുകളും 1 ദക്ഷിണ കൊറിയൻ ടാങ്കറും ഉൾപ്പെടുന്നു. എണ്ണക്കപ്പലുകൾ നീങ്ങി തുടങ്ങിയെങ്കിലും മേഖലയിലെ സുരക്ഷാ ഭീഷണി ഇപ്പോഴും അതീവ ഗുരുതരമായി തുടരുകയാണെന്ന് US നാവികസേനയുടെ നേതൃത്വത്തിലുള്ള ജോയിന്റ് മാരിടൈം ഇൻഫർമേഷൻ സെന്റർ മുന്നറിയിപ്പും നൽകുന്നു. ഡോളറിനെതിരായ വിനിമയത്തിൽ ഇന്ത്യൻ രൂപയ്ക്ക് ആശ്വാസ ദിനം. 52 പൈസ നേട്ടത്തോടെയാണ് രൂപ ഇന്ന് വ്യാപാരം ആരംഭിച്ചത്. എണ്ണവിലയിലുണ്ടായ കുറവാണ് രൂപയെ സ്വാധീനിച്ചത്. ഇറാനുമായുള്ള സമാധാന കരാർ അവസാന ഘട്ടത്തിലാണെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനവും രൂപയെ സ്വാധീനിച്ചിരിക്കുകയാണ്. ഡോളറിനെതിരെ 96.30 വ്യാപാരം ആരംഭിച്ചത്. ഇന്നലെ 96.82 ഡോളറിലായിരുന്നു രൂപ വ്യാപാരം ആരംഭിച്ചത്. ഈ വർഷം മാത്രം 7% നഷ്ടം രൂപയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ബ്രെന്റ് ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 5% ഇടിവാണ് രേഖപ്പെടുത്തിയത്. $105 വ്യാപാരം പുരോഗമിക്കുന്നത്. ഇറാനുമായി സമാധാന കരാറുണ്ടാക്കാനുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിലാണെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനമാണ് എണ്ണ വിപണിയെ സ്വാധീനിച്ചത്. ഇറാൻ എണ്ണയ്ക്കുള്ള ഉപരോധം ട്രംപ് നീക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇത് എണ്ണവില കുറയാനുള്ള കാരണമായി മാറി. വായ്പ എടുത്തു വാങ്ങിയ മൊബൈൽ ഫോൺ, ടാബ്ലറ്റ് തുടങ്ങിയ ഉപകരണങ്ങളുടെ തിരിച്ചടവ് മുടങ്ങിയാൽ വായ്പ നൽകിയ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് അവ ഭാഗികമായി ലോക്ക് ചെയ്യാൻ റിസർവ് ബാങ്ക് അനുമതി നൽകും. ഇതു സംബന്ധിച്ച കരട് ചട്ടം പൊതുജനാഭിപ്രായത്തിനായി പ്രസിദ്ധീകരിച്ചു. നിലവിൽ പല വായ്പാ സ്ഥാപനങ്ങളും ഇത്തരത്തിൽ ലോക്ക് ചെയ്യാറുണ്ടെങ്കിലും കൃത്യമായ ചട്ടമുണ്ടായിരുന്നില്ല. വായ്പ തിരിച്ചുപിടിക്കുന്നതിനായി ഫോണുകൾ ലോക്ക് ചെയ്യാൻ അനുവദിക്കുന്നത് ഉപഭോക്താക്കളുടെ അവകാശങ്ങളെയും സ്വകാര്യതയെയും ബാധിച്ചേക്കുമെന്ന ആശങ്കകൾ നേരത്തെ ഉയർന്നിരുന്നു. ഫോൺ മേടിക്കാനുള്ള വായ്പയല്ലാത്ത ജനറൽ വായ്പകൾ കുടിശ്ശികയാൽ ഇത്തരത്തിൽ ഫോണിൻ്റെ പ്രവർത്തനം നിയന്ത്രിക്കാൻ സ്ഥാപനങ്ങൾക്ക് അനുമതി ഉണ്ടായിരിക്കില്ല. ഫോണിൽ പ്രീ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്പുകളിലൂടെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്.
ഇന്ന് വൈകിട്ട് 4 മണിക്ക് ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നിർണായക മന്ത്രിസഭാ യോഗം നടക്കും. എല്ലാ മന്ത്രിമാർക്കും ഡൽഹിയിൽ തുടരാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. വിദേശ പര്യടനം കഴിഞ്ഞ് മോദി തിരിച്ചെത്തുന്നതിന് പിന്നാലെയാണ് മന്ത്രിസഭാ യോഗം വിളിച്ചിരിക്കുന്നത്. ക്യാബിനറ്റ് മന്ത്രിമാർ, സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാർ എന്നിവരോടെല്ലാം പങ്കെടുക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. മന്ത്രിസഭാ യോഗത്തിന്റെ അജണ്ട സംബന്ധിച്ച് വ്യക്തതയില്ലെങ്കിലും പശ്ചിമേഷ്യയിലെ സംഘർഷവും അതുണ്ടാക്കുന്ന സാമ്പത്തിക ആഘാതവും ചർച്ചയിൽ പ്രധാന വിഷയമാകുമെന്നാണ് വിവരമെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. അസംസ്കൃത എണ്ണവില വർധന, ഇന്ധന വിതരണ ശൃംഖലയിലെ പ്രശ്നങ്ങൾ, പണപ്പെരുപ്പം എന്നിവയും ചർച്ചയായേക്കും. ആധാർ അനുബന്ധ രേഖകൾ UIDAI പോർട്ടൽ വഴി സൗജന്യമായി പുതുക്കാനുള്ള സമയം 1 വർഷം കൂടി നീട്ടി. അടുത്ത മാസം അവസാനിക്കാനിരിക്കുന്ന കാലാവധിയാണ് 2027 ജൂൺ 14 വരെ നീട്ടിയത്. ഓൺലൈനായി അപ്ഡേറ്റ് ചെയ്യാനുള്ള 25 രൂപ എന്ന നിരക്കാണ് ഒഴിവാക്കിയിരിക്കുന്നത്. എന്നാൽ അക്ഷയ സെന്ററുകൾ അടക്കമുള്ള ആധാർ കേന്ദ്രങ്ങളിൽ പോയി അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള ചാർജ് 50 രൂപയായി തുടരും. myaadhar.uidai.gov.in എന്ന വെബ്സൈറ്റിൽ ഡോക്യുമെന്റ് അപ്ഡേറ്റ് ഓപ്ഷൻ വഴി രേഖകൾ പുതുക്കാം. 2025 ഫിഫ അറബ് കപ്പ് ഖത്തറിന്റെ സമ്പദ് വ്യവസ്ഥയിൽ വൻ കുതിപ്പുകൾ ഉണ്ടാക്കിയതായി റിപ്പോർട്ട്. ഏകദേശം 3 ബില്യൺ ഖത്തർ റിയാലിന്റെ സാമ്പത്തിക മൂല്യമാണ് ടൂർണമെന്റ് രാജ്യത്തിന് നൽകിയത്. ടൂറിസം മേഖലയ്ക്കും ടൂർണമെന്റ് പുത്തൻ ഉണർവ് സമ്മാനിച്ചു. ഡിസംബർ 1 മുതൽ 18 വരെ നടന്ന ടൂർണമെന്റിലൂടെ 2.89 ബില്യൺ റിയാലിന്റെ സാമ്പത്തിക മൂല്യമാണ് ഖത്തറിന് കൈവന്നത്. ടൂറിസം, യാത്ര, ഹോസ്പിറ്റാലിറ്റി, റീറ്റെയിൽ മേഖലകളിൽ വൻ വരുമാന വർധനവും ഈ കാലയളവിൽ രേഖപ്പെടുത്തിയതായി പ്രാദേശിക സംഘാടക സമിതി പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഉള്ള കാണികളാണ് കായിക മാമാങ്കം വീക്ഷിക്കാനായി ഖത്തറിലെത്തിയത്. വിദേശ കാണികൾക്ക് വിമാനയാത്രയ്ക്കായി 288.9 ദശലക്ഷം റിയാലും താമസ സൗകര്യങ്ങൾക്കായി 315.5 ദശലക്ഷം റിയാലും ചിലവഴിച്ചു. ടൂർണമെന്റിന്റെ കാലയളവിൽ ആകെ 15 ലക്ഷം ഹോട്ടൽ റൂം ബുക്കിങ്ങുകളാണ് രേഖപ്പെടുത്തിയത്. ഭക്ഷണ പാനീയ വിപണിയിൽ 246.1 ദശലക്ഷം ഖത്തർ റിയാലിന്റെയും റീറ്റെയിൽ ഷോപ്പിംഗ് മേഖലയിൽ 200.7 ദശലക്ഷം റിയാലിന്റെയും ബിസിനസ് നടന്നു. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ കേരളത്തിലും മാഹിയിലും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ, തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, ശ്രീലങ്കൻ തീരം, തെക്ക് തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മാന്നാർ, അതിനോട് ചേർന്നുള്ള കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ ശക്തമായ കാറ്റിന് സാധ്യത. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവിലയിൽ നേരിയ വർധന. ഗ്രാമിന് 45 രൂപ വർദ്ധിച്ച് 1 ഗ്രാമിന് 14,660 രൂപയായി. പവന് 360 രൂപ വർദ്ധിച്ച് 1 പവന് 1,17,280 രൂപയായി. 18 ക്യാരറ്റ് സ്വർണത്തിനും ആനുപാതികമായി വില വർദ്ധിച്ചു. ഗ്രാമിന് 35 രൂപ വർദ്ധിച്ച് 1 ഗ്രാമിന് 12,045 രൂപയായി. പവന് 280 രൂപ വർദ്ധിച്ച് 96,360 രൂപയായി. വെള്ളി 285 രൂപയിലാണ് വ്യാപാരം. ഇതോടെ 1 മണി വാർത്ത പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം മാർക്കറ്റ് അപ്ഡേറ്റ്സുമായി വിഷ്ണു ചേരും. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.